ഹരേ കൃഷ്ണ. നമ്മുടെ റെഗുലർ ഭാഗവതം ക്ലാസ്സിലേക്ക് ശ്രീകൃഷ്ണ കർണാമൃതം ഗ്രൂപ്പിലെ എല്ലാ ഭക്തന്മാർക്കും അനന്ത പത്മനാഭ സത്സംഗത്തിലെ എല്ലാ ഭക്തന്മാർക്കും വീണ്ടും സ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിലെ ഒന്നാമത്തെ ക്യാൻറ്റോ 5-ാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ 2 ശ്ലോകങ്ങളാണ് ഇനി നമുക്ക് കാണാനുള്ളത്. നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നാരദ മഹർഷിയും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായ വ്യാസദേവനും തമ്മിലുള്ള സംസാരമാണ്. ശ്രീമദ് ഭാഗവതം എഴുതാനുണ്ടായ സാഹചര്യം എന്നാണ് ഈ ഒരു 5-6 ചാപ്റ്ററുകളുടെ പേര്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നാരദ മഹർഷി വന്നിട്ട് തൻ്റെ ശിഷ്യനായ വ്യാസദേവൻ്റെ ആ അസംതൃപ്തി, എന്തൊക്കെ എഴുതിയിട്ടും വ്യാസദേവന് സംതൃപ്തനാകുന്നില്ല. അപ്പോൾ നാരദ മഹർഷി പറഞ്ഞു, എഴുതേണ്ടതിനെ കുറിച്ച് എഴുതിയില്ല, അതുകൊണ്ടാണെന്ന് പറഞ്ഞു. എന്താണ് എഴുതേണ്ടത്? ഭഗവാന്റെ ഗ്ലോറീസ്. എന്താണ് ഭഗവാന്റെ ഗ്ലോറീസിന്റെ ആവശ്യം? അതാണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്ത് വരുന്നത്. അവസാനമായിട്ട് നാരദ മഹർഷി മന്ത്രദീക്ഷ കൊടുക്കുന്നു. ആർക്ക്? വ്യാസദേവന്. എന്ത് മന്ത്രമാണ് നമ്മൾ പഠിച്ചത്? സംഘർഷണ, പ്രദ്യുമ്ന, അനിരുദ്ധ, വാസുദേവ, ഈ ചതുർവ്യൂഹങ്ങളുടെ മന്ത്രമാണ് ആര് കൊടുക്കുന്നത്? നാരദ മഹർഷി തൻ്റെ ശിഷ്യനായ വ്യാസദേവന് കൊടുക്കുന്നത് എന്ന് നമ്മൾ കണ്ടു. ഗുരുവിൽ നിന്നും മന്ത്രദീക്ഷ സ്വീകരിക്കേണ്ട ആവശ്യം എന്താണ് എന്ന് നമ്മൾ കേട്ടു. അല്ലാതെ ഭക്തിയിൽ പുരോഗമിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു വഴിയിൽ പോയാൽ പോരാ, ഔദ്യോഗികമായിട്ടുള്ള ആധികാരികമായിട്ടുള്ള വഴി തന്നെയാണ് വേണ്ടത്. മഹാജനോ യേനഗത സപന്ഥ അധിഗച്ഛതി എന്നാണ് പറയുന്നത്. മഹാജനോ എന്ന് പറഞ്ഞാൽ മഹാജനങ്ങൾ. ആരാണ് മഹാജനങ്ങൾ? 12 മഹാജനങ്ങളുണ്ട്. സ്വയംഭൂ നാരദ ശംഭു കുമാരോ കപിലോ മനുഹു പ്രഹ്ലാദോ സ്വയംഭൂ നാരദ ശംഭു കുമാരോ കപിലോ മനു പ്രഹ്ലാദോ ജനകോ ഭീഷ്മോ വലിർ വയ്യാസഖീർ വയം. ഇത് യമരാജൻ വന്നിട്ട് പറയുന്നതാണ് ഈ ശ്ലോകം. അപ്പോൾ അതിനകത്ത് 12 മഹാജനങ്ങളെ കുറിച്ച് പറയുന്നു നാരദ മഹർഷി. അപ്പോൾ എന്താണ് മഹാജനങ്ങൾ, എന്തിനാണ് ആധികാരികമായിട്ട് ആധ്യാത്മികതയിൽ പുരോഗമിക്കുന്നത്, എങ്ങനെയാണ് എന്ന് കാണിച്ചു തരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആൾക്കാർ പറയുന്നത് എന്താണ്? ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ഭഗവാന്റെ നാമം ജപിക്കാനുള്ള ക്വാളിറ്റി അത് ഗുരുവിൽ നിന്നും സ്വീകരിക്കണമെന്നാണ്. ഏവം പരമ്പരാപ്രാപ്തം എന്ന് ഭഗവാനും പറയുന്നുണ്ട് ഇവിടെ ഭഗവത്ഗീതയിൽ. അപ്പം അങ്ങനെ നാരദ മഹർഷിയിൽ നിന്നും ആർക്ക് കിട്ടി? വ്യാസദേവന് ആ മന്ത്രം കിട്ടി. നമുക്കറിയാം ഓരോ യുഗത്തിലും ഓരോ മന്ത്രമാണ്. എന്തുകൊണ്ട് ഈ മന്ത്രം, അതായത് ഓം നമോ ഭഗവതേ തുഭ്യം വാസുദേവായ ധീമഹി പ്രദ്യുമ്ന അനിരുദ്ധായ നമഃ സംഘർഷനായ ച, ഈ മന്ത്രം എന്തുകൊണ്ടാണ് വ്യാസദേവന് പറഞ്ഞു കൊടുത്തത്? ഹരേ കൃഷ്ണ മഹാമന്ത്രം എന്തുകൊണ്ടാണ് പറഞ്ഞു കൊടുക്കാത്തത്? എന്തുകൊണ്ടാണ്? ഓരോ യുഗത്തിലും ഓരോ മന്ത്രങ്ങളാണ്. കലികാലത്തിൽ നമുക്ക് ഹരിനാമജപമാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിൻ്റെ എക്സ്പ്ലനേഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു നാരദ മഹർഷി എന്നിട്ട് എന്ത് ചെയ്യുന്നു? വ്യാസദേവനോട് പറയുകയാണ്, ഇത് നേരത്തെ, അതായത് വ്യാസദേവൻ നാരദ മഹർഷിയുടെ ജീവിതകഥയാണല്ലോ കേൾക്കുന്നത് അല്ലേ. നാരദ മഹർഷി ചെറിയ കുട്ടിയായിരുന്ന സമയത്ത് ഭക്തി വേദാന്തികൾ അവർ വന്നിട്ട് എന്ത് ചെയ്യുന്നു? അദ്ദേഹത്തിന് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെയാണ് എനിക്ക് ഭക്തിയിൽ, സാധുസംഗം കൊണ്ടാണ് ഭക്തിയിൽ ഉന്നതി ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ മന്ത്രദീക്ഷ കൊടുത്തതിന് ശേഷം നാരദ മഹർഷി വ്യാസദേവനോട് പറയുകയാണ്, ഭഗവാൻ അമൂർത്തി ആണെങ്കിലും, അമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ വിശ്വനാഥ ചക്രവർത്തി ഠാക്കൂർ അമൂർത്തി എന്നതിന് 2 തരത്തിലുള്ള എക്സ്പ്ലനേഷൻ പറയുന്നുണ്ട്. ഒന്ന്, ഭഗവാനെ നമ്മൾ അമൂർത്തി എന്ന് വിളിക്കാൻ കാരണം അദ്ദേഹത്തിന് നമ്മളുടേതുപോലുള്ള ഭൗതിക ശരീരമല്ല ഉള്ളത്. നമ്മുടെ ശരീരം മൂർത്തി എന്ന് പറയുന്നത് ഭൗതിക ശരീരം അല്ലെങ്കിൽ പഞ്ചഭൂതങ്ങൾ കൊണ്ടും മനസ്സ്, ബുദ്ധി, മിഥ്യാഹങ്കാരം എന്ന ഈ സൂക്ഷ്മ ശരീരം കൊണ്ടും ഒക്കെ നിർമ്മിച്ചതാണ്. പക്ഷേ ഭഗവാൻ അങ്ങനെയല്ല. അദ്ദേഹത്തിൻ്റെ ശരീരം സച്ചിത് ആനന്ദ വിഗ്രഹനാണ്. അദ്ദേഹം
അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ. ഇനി വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ വേറൊരു അർത്ഥം പറയുന്നത് അമൂർത്തികം എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് ഡിഫിക്കൽറ്റി, അതായത് ഒരു ബുദ്ധിമുട്ടും കൂടാതെ. അപ്പോൾ എങ്ങനെയാണ് നാരദ മഹർഷി പറയുന്നത്? നാരദ മഹർഷി പറയുന്നു, ഇതി മൂർത്തി അഭിധാനേന മന്ത്രമൂർത്തിം അമൂർത്തികം യജതേ യജ്ഞപുരുഷം സ സമ്യക് ദർശന പുമാൻ. അതായത് ഭഗവാനെ അദ്ദേഹത്തിൻ്റെ മന്ത്രരൂപത്തിൽ ആരാണോ വർഷിപ്പ് ചെയ്യുന്നത്, ആരാധിക്കുന്നത്, അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? ബുദ്ധിമുട്ട് കൂടാതെ തന്നെ ഭഗവാനെ ദർശിക്കാൻ പറ്റും എന്നാണ് അവസാനം നമ്മൾ പറഞ്ഞു നിർത്തിയത്. ഇനി നമുക്ക് 39ഉം 40ഉം ശ്ലോകങ്ങളാണ് എടുക്കാനുള്ളത്. അതിനു മുമ്പ് നമുക്ക് ഭഗവാന്റെയും ഗുരുവിൻ്റെയും കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ചെറിയൊരു കീർത്തനം ചെയ്യാം. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. യശോദാനന്ദന വ്രജ ജനരഞ്ജന യശോദാനന്ദന വ്രജ ജനരഞ്ജന. ജമുനാ തീര വനചാരി ജമുനാ തീര വനചാരി. ജയ രാധ മാധവ കുഞ്ച ബിഹാരി ഗോപിജനവല്ലഭ ഗിരിവരധാരി. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ജയ കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം കൃഷ്ണ ബലരാം ജയ കൃഷ്ണ ബലരാം. ജയ ഗോരനിതായ് ജയ ഗോരനിതായ് ഗോരനിതായ് ജയ ഗോരനിതായ്. ജയ ജയ പ്രഭുപാദ് 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 ജയ ജയ പ്രഭുപാദ്. ജയ ജയ ഗുരുദേവ് 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 ജയ ജയ ഗുരുദേവ്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നമോ ഓം വിഷ്ണുപാദായ കൃഷ്ണപ്രേഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിന്നിതി നാമിനെ. നമസ്തേ സരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷ ശൂന്യവാദി പാശ്ചാത്യദേശതാരിണേ. ജയ ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസാദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ. അപ്പോൾ നമുക്ക് നമ്മളുടെ 39ാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. അനുഷ്ടുപ് ഛന്ദസ്സിലാണ് നമ്മൾ വായിക്കുന്നത്. 1.5.39. എന്താണ് നാരദ മഹർഷി അതിനുശേഷം ചെയ്തത് എന്ന് ചുരുക്കത്തിൽ വിവരിക്കുകയാണ്. ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മദനുഷ്ഠിതം ആദാന്മേ ജ്ഞാനം ഐശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മദ് അനുഷ്ഠിതം അദാന്മേ ജ്ഞാനം ഐശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മദ് അനുഷ്ഠിതം അദാന്മേ ജ്ഞാനം ഐശ്വര്യം
സ്വസ്മിൻ ഭാവം ച കേശവ. ഇതിനകത്ത് 3 കാര്യങ്ങളാണ് നാരദ മഹർഷി പറയുന്നത്. എനിക്ക് ആ ജ്ഞാനം കിട്ടിയതിന് ശേഷം എങ്ങനെയാണ് ഞാൻ റിയലൈസ്ഡ് ആയതെന്ന്, അതായത് ആധ്യാത്മികമായി പുരോഗമിച്ച് ഭഗവാനെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഈ ഒരൊറ്റ ശ്ലോകത്തിൽ 3 കാര്യങ്ങളിൽ കൂടി നാരദ മഹർഷി പറയുന്നു. എന്താണ് ആ 3 കാര്യങ്ങൾ? ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ, ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മത് അനുസ്ഥിതം അദാൻ മേ ജ്ഞാനം ഐശ്വര്യം സ്വസ്മിൻ ഭാവം ച കേശവ. ആ ശ്ലോകത്തിൻ്റെ അകത്ത് 3 വാക്കുകൾ നമുക്ക് നോട്ട് ചെയ്യാം. 1 ജ്ഞാനം, 2 ഐശ്വര്യം, 3 സ്വസ്മിൻ ഭാവം. എന്തൊക്കെയാണ്? ജ്ഞാനം, ഐശ്വര്യം, സ്വസ്മിൻ ഭാവം. എന്താണ് ഈ 3 കാര്യങ്ങളുടെ പ്രത്യേകത എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ പ്രകാരം ആ നിഗമം എന്ന് പറഞ്ഞാൽ എന്താണ്? വേദങ്ങൾ എന്നാണ് അല്ലേ? നിഗമ ആഗമ എന്ന് നമ്മൾ വേദങ്ങളെയും പുരാണങ്ങളെയും എല്ലാത്തിനെയും ചേർത്ത് പറയും. പല കീർത്തനങ്ങളിലും നിഗമം എന്നുള്ള വേർഡ് വേദങ്ങൾക്ക് പകരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നിഗമം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേദങ്ങൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഭക്തിവേദാന്തികൾ നാരദ മഹർഷിക്ക് എന്താണ് ഉപദേശിച്ചു കൊടുത്തത്? ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം. അപ്പോൾ വ്യാസദേവനോട് നാരദ മഹർഷി പറയുകയാണ്, അല്ലയോ ബ്രാഹ്മണ. അപ്പോൾ ബ്രഹ്മൻ എന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മത് അനുഷ്ഠിതം. എന്താണ്? അല്ലയോ ബ്രാഹ്മണ വ്യാസദേവ, അങ്ങനെ ഭഗവാൻ കൃഷ്ണനാലാണ് എനിക്ക് ഈ സാധുസംഘം ഉണ്ടായത്. അതായത് ഭഗവാനാണ് എനിക്ക് ആ ഭക്തന്മാരുമായിട്ടുള്ള സംസർഗം ഉണ്ടാക്കി തന്നത്. അവരുടെ സംസർഗം മൂലം എനിക്ക് ആദ്യം എന്ത് കിട്ടി? ജ്ഞാനം. അതാണ് ആദ്യത്തെ പോയിന്റ്. എന്താണ്? ഇമം സ്വനിഗമം ബ്രഹ്മൻ അവേത്യ മത് അനുസ്ഥിതം അദാൻ മേ ജ്ഞാനം. ആദ്യം കിട്ടിയത് ട്രാൻസെൻഡന്റൽ നോളജ്, അതീന്ദ്രിയമായിട്ടുള്ള ജ്ഞാനമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് കാരണം ആ ജ്ഞാനം എന്ന് പറയുന്നത് ഭഗവാനെ കുറിച്ചുള്ള ജ്ഞാനം എവിടെയാണ് ഇരിക്കുന്നത്? നമ്മളുടെ വേദങ്ങളിൽ വളരെ ഗുഹ്യമായിട്ടുള്ള ജ്ഞാനമാണ്. അത് എല്ലാവർക്കും വെളിവാക്കുകയില്ല. ആരാണോ ഒരു പരിശുദ്ധ ഭക്തനുമായിട്ട് സംസർഗത്തിൽ വരുന്നത്, ആ പരിശുദ്ധ ഭക്തൻ അത് വെളിവാക്കി കൊടുത്താൽ മാത്രമേ ആർക്ക്? ഒരു ഭക്തന് ആ ജ്ഞാനം ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഗുഹ്യമായിട്ടുള്ള ജ്ഞാനം എന്ന് പറയുന്നത്. പുസ്തകം നമുക്ക് എന്ത് ചെയ്യാം? നിവർത്തി വെക്കാം, അതിൻ്റെ അകത്തു നിന്ന് എല്ലാം വായിക്കാം, വേദങ്ങളും പുരാണങ്ങളും എല്ലാം വായിക്കാം. പക്ഷേ വേദൈശ്ച സർവൈർ അഹം ഏവ വേദ്യ എന്ന് ഭഗവാൻ പറയുന്നത്, അതായത് എല്ലാ വേദങ്ങളിൽ നിന്നും എന്നെയാണ് അറിയേണ്ടത് എന്ന് ഭഗവാൻ പറയുന്നത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആര് വേണം? ഒരു പരിശുദ്ധ ഭക്തൻ നമുക്ക് അത് പറഞ്ഞു തരണം. അപ്പോൾ നാരദ മഹർഷി പറയുകയാണ്, ആ പരിശുദ്ധ ഭക്തന്മാർ കാരണം എനിക്ക് ട്രാൻസെൻഡന്റൽ നോളജ്, ജ്ഞാനം ലഭിച്ചു. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്രാവർത്തികമാക്കിയപ്പോൾ രണ്ടാമത് ഭഗവാന്റെ ഐശ്വര്യത്തെക്കുറിച്ച് എനിക്ക് മനസ്സിലായി. എന്താണ് ഭഗവാന്റെ ഐശ്വര്യം എന്ന് പറയുന്നത്? വൈകുണ്ഠ ലോകങ്ങളിലും എന്താണ് ഷഡൈശ്വര്യ സമ്പൂർണൻ എന്ന് പരാശരമുനി ഭഗവാനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. പരാശരമുനി ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട് ഭഗവാനെ കുറിച്ച്. 6 ഐശ്വര്യങ്ങളാൽ സമ്പൂർണനാണ് ഭഗവാൻ. അങ്ങനെ ഒരാളെ മാത്രമേ ഭഗവാൻ എന്ന് വിളിക്കാൻ വേണ്ടിയിട്ട് എന്തുള്ളൂ? പറയാൻ പാടുള്ളൂ എന്ന് പരാശരമുനി പറയുന്നു. അപ്പോൾ അല്ലയോ ബ്രാഹ്മണ, ഇപ്രകാരം വേദങ്ങളിലെ അതീന്ദ്രിയ വിഭാഗങ്ങളിൽ നിരന്തര ആവർത്തനം ചെയ്യുന്ന അതീന്ദ്രിയ ഭഗവത് ജ്ഞാനത്താൽ പ്രഥമമായി ഞാൻ സമ്മാനിതനായി. അപ്പോൾ ആദ്യം എന്ത് കിട്ടി? ഭഗവാന്റെ ഭക്തന്മാരുടെ സംസർഗം കൊണ്ട് ജ്ഞാനം ലഭിച്ചു. അനന്തരം ആത്മീയ ധനസമൃദ്ധിയാലും പിന്നീട് ഭഗവാന്റെ ഉറ്റ പ്രേമയുത സേവനത്താലും സമ്മാനിതനായി. ഇത് പ്രോഗ്രഷനാണ്. ജ്ഞാനം കഴിഞ്ഞിട്ട് ഭഗവാന്റെ വ്യക്തിപരമായിട്ടുള്ള ഐശ്വര്യത്തെക്കുറിച്ച് അറിയുന്നു. ആ ഐശ്വര്യത്തെക്കുറിച്ച് മനസ്സിലാക്കി കഴിയുമ്പോൾ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് എങ്ങനെയാണ് ഭഗവാനെ മനസ്സിലാക്കുന്നത്? പ്രേമയുത സേവനം, അതായത് ഇൻറ്റിമേറ്റ് ലവിങ് സർവീസ് എന്നാണ് പ്രഭുപാദ് ഇവിടെ എഴുതിയിരിക്കുന്നത്. എന്താണ്? ഓ ബ്രാഹ്മണ,
Thus, by the Supreme Lord Krishna, I was endowed first with the transcendental knowledge of the Lord as inculcated in the confidential parts of the Vedas, then with the spiritual opulences, and then with his intimate loving service. 3 കാര്യമാണ് നമുക്ക് ഈ ശ്ലോകത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ജ്ഞാനത്തിൻ്റെ ഉദ്ദേശം എന്താണ്? ഭഗവാന്റെ ഐശ്വര്യത്തെക്കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളതും, അതായത് സ്പിരിച്വൽ ഓപ്പുലൻസ്, ഭഗവാന്റെ ഐശ്വര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയാൽ ഭഗവാന്റെ ഐശ്വര്യത്തിൻ്റെ പാർട്ടാണ് ഈ സാധകന് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുമ്പോൾ കിട്ടുന്ന ഐശ്വര്യം. എന്തായിരിക്കും ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുമ്പോൾ കിട്ടുന്ന ആത്മീയ ധനം? അതായത് നാരദ മഹർഷി ഇവിടെ പറയുന്നത് കേട്ടു, ആത്മീയ ധനം കിട്ടിയെന്ന്. എന്താണ് ഈ ആത്മീയ ധനം എന്ന് പറയുന്നത്? ആത്മീയമായിട്ട് പുരോഗമിക്കുമ്പോൾ ഒരു ഭക്തന് സാധാരണ ഒരാൾക്ക് ഇല്ലാത്ത പലതരത്തിലുള്ള സിദ്ധികളും കിട്ടും. ഇതിനെയാണ് ഇവിടെ ആത്മീയ ധനം എന്ന് നാരദ മഹർഷി വിവക്ഷിക്കുന്നത്. അതായത് സിദ്ധികൾ, സ്പിരിച്വൽ ഓപ്പുലൻസസ്, സിദ്ധികൾ. എന്താണ് സിദ്ധി? നാരദ മഹർഷിയുടെ സിദ്ധി എന്തായിരുന്നു? നാരദ മഹർഷിക്ക് അദ്ദേഹത്തിൻ്റെ സെയിം ശരീരത്തിൽ തന്നെ ഈ പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. മനസ്സിനെ വിചാരിക്കുന്ന നിമിഷം അദ്ദേഹം എന്താണ്, എവിടെയാണോ അദ്ദേഹത്തിന് പോകേണ്ടത് അവിടെ എത്തും. നമ്മൾ ഭാഗവതം വായിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും കേൾക്കും, നാരദ മഹർഷി ഇന്ദ്രൻ വന്നിട്ട് പ്രഹ്ലാദന്റെ അമ്മയെ, കയാതുവിനെ, ഗർഭിണിയായിരിക്കുന്ന, പ്രഹ്ലാദൻ വന്നിട്ടില്ല, പ്രഹ്ലാദൻ വയറ്റിലിരിക്കുന്നതേ ഉള്ളൂ, ഗർഭിണിയായ കയാതുവിനെ വന്നിട്ട് അപഹരിച്ചു പോകുമ്പോൾ പോകുന്ന വഴിയിൽ നാരദ മഹർഷി അവിടെ പ്രത്യക്ഷപ്പെടും. ആകസ്മികമായി എന്നാണ് അവിടെ പറയുന്നത്. ആകസ്മികമായി പ്രത്യക്ഷപ്പെട്ടിട്ട് എന്തു പറയും? ഈ സ്ത്രീയുടെ ഉദരത്തിലിരിക്കുന്നത് നീ വിചാരിക്കുന്നത് പോലെ ഹിരണ്യകശിപുവിനെ പോലെയുള്ള ഒരു അസുരനല്ല, അത് വളരെ അതിബലവാനായിട്ടുള്ള ഹരിയുടെ ദാസനാണ്. അതുകൊണ്ട് ഇതിനെ നിനക്ക്, അല്ലെങ്കിൽ ഇവനെ നിനക്ക് ഉപദ്രവിക്കാൻ പറ്റുകയില്ല, നീ എത്ര വിചാരിച്ചാലും പറ്റുകയില്ല എന്ന് പറഞ്ഞു. ഇന്ദ്രൻ അതേപടി ഇന്ദ്രൻ വന്നിട്ട് കൈകൂപ്പി നാരദ മഹർഷിയോട് പറഞ്ഞു, അങ്ങയുടെ ഇഷ്ടം പോലെ ചെയ്തുകൊള്ളൂ. കയാതുവിനെ നാരദ മഹർഷി സ്വന്തം ആശ്രമത്തിലേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ ആകസ്മികമായിട്ട് നാരദ മഹർഷി വരുന്നു. ഇനി ധ്രുവൻ വന്നിട്ട് തൻ്റെ അച്ഛനോട് പിണങ്ങി എന്ത് ചെയ്യുന്നു? അതിന് തപസ് ചെയ്യാൻ വേണ്ടിയിട്ട് കാട്ടിലേക്ക് പോകുമ്പോൾ അവിടെ നാരദ മഹർഷി പ്രത്യക്ഷപ്പെടുന്നു. എവിടെ? ധ്രുവന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. അപ്പോൾ ഇവിടെ എല്ലായിടത്തും നാരദ മഹർഷിക്ക് നിമിഷ നേരം കൊണ്ട് പ്രത്യക്ഷപ്പെടാം. അഷ്ടസിദ്ധികളെന്ന് പറഞ്ഞിട്ട് യോഗ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഒരു സിദ്ധികളെ കുറിച്ച് വിവരിക്കുന്നുണ്ട് പുരാണങ്ങളിൽ. എന്തൊക്കെ സിദ്ധികളാണ്? അണിമ, ലഖിമ, മഹിമ, ഗരിമ, പ്രാപ്തി, പിന്നെ അങ്ങനെ ഒരുപാട് 8 സിദ്ധികളുണ്ട്. അങ്ങനെ ആ സിദ്ധികൾ എന്ന് പറഞ്ഞാൽ നാച്ചുറലി വന്നിട്ട് ആർക്ക് കിട്ടുന്നതാണ്? ഭക്തന്മാർക്ക് കിട്ടുന്നതാണ്. ഭക്തന്മാർ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മൾക്കറിയാം, ഭഗവാന്റെ അംശങ്ങളാണ് ഒരു ജീവാത്മാവ്. എത്രയധികം പ്യോർ ആകുന്നോ അല്ലെങ്കിൽ പരിശുദ്ധൻ ആകുന്നുവോ ആ ജീവാത്മാവ്, അതിനനുസരിച്ച് അദ്ദേഹത്തിന് വിവിധ തരത്തിലുള്ള സിദ്ധികളും അവസാനമായിട്ട് തൻ്റെ സ്വരൂപത്തിൽ വന്നിട്ട് ഭഗവാനെ പ്രേമപുരസ്സരം ആരാധിക്കാനുള്ള അവസരവും കിട്ടും. അത് പ്യൂരിറ്റി അനുസരിച്ചാണ്. പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ പരിശുദ്ധനാകുന്നത് പോലെയാണ്. ഇപ്പം നമ്മൾക്ക് എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല, നമ്മൾക്ക് ഇങ്ങനെയുള്ള സിദ്ധികൾ എന്തുകൊണ്ട് ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള പ്യൂരിറ്റി നമുക്ക് ഇല്ല എന്നാണ് അർത്ഥം. പക്ഷേ നാരദ മഹർഷി അത് ആ ജ്ഞാനത്തെ സ്വന്തം ജീവിതത്തിൽ പ്രാവർത്തികമാക്കി എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ പ്യൂരിറ്റി വർദ്ധിച്ചപ്പോൾ അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആത്മീയ ധനസമൃദ്ധി. എന്താണ് ആത്മീയ ധനസമൃദ്ധി എന്ന് പറയുന്നത്? നാരദ മഹർഷിയുടെ സിദ്ധികളെ കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന് എവിടെ വേണമെങ്കിലും യാത്ര ചെയ്യാം, ആരെ വേണമെങ്കിലും കാണാം, പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്ത് വേണമെങ്കിലും യാത്ര ചെയ്യാം. അങ്ങനെയാണ് അദ്ദേഹത്തിന്റെ സിദ്ധികൾ വിവരിക്കപ്പെട്ടിരിക്കുന്നത്. ഹരേ കൃഷ്ണ. നെറ്റിൽ എന്തോ ഒരു കംപ്ലൈൻ്റ് ഉണ്ട്, എന്നാലും നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. പിന്നെ 3-ാമത്തെ കാര്യം എന്താണ്? ഇത് രണ്ടും കൊണ്ട് മാത്രം ആധ്യാത്മിക പുരോഗതി തീരുന്നില്ല.
എന്താണ് ഈ രണ്ട് കാര്യങ്ങൾ? നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ. ഒന്ന് ജ്ഞാനം, രണ്ട് സിദ്ധികൾ. ഇത് രണ്ടും കൊണ്ടും ഒരു ആധ്യാത്മികമായിട്ട് പുരോഗമിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തന്റെ ആ ഒരു പരിപൂർണ അവസ്ഥ എത്തുന്നില്ല. എപ്പോഴാണ് അയാൾ പരിപൂർണ അവസ്ഥയിൽ എത്തുന്നത്? ഭഗവാന്റെ പ്രേമയുദ്ധ സേവനത്തിൽ ഏർപ്പെടുമ്പോഴാണ്. അപ്പോഴാണ് നാരദ മഹർഷി പറയുന്നത് അൾട്ടിമേറ്റ്ലി എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്? ശീല പ്രഭുപാദ് പിന്നീട് ഭഗവാന്റെ ഉറ്റ പ്രേമയുദ്ധ സേവനത്താൽ സമ്മാനിതനായി. പ്രേമയുദ്ധ സേവനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയാം. സിമ്പിൾ വാക്കാണ് അതല്ലേ? ഭഗവാന്റെ ഭക്തിയിൽ ഇൻവോൾവ് ചെയ്യുക. സ്വസ്മിൻ ഭാവം എന്ന് ആ ഒരു സ്വസ്മിൻ ഭാവം ച കേശവ ഭഗവാന്റെ അല്ലേ. അപ്പോൾ 3 തരം എന്താണ് നമ്മൾ ഈ ശ്ലോകത്തിൽ പഠിച്ചത്? ജ്ഞാനം, ഐശ്വര്യം, സ്വസ്മിൻ ഭാവം. എന്താ അതിൻ്റെ അർത്ഥം? പരിശുദ്ധ ഭക്തന്മാരുടെ സമ്പർക്കം കൊണ്ട് ഒരാൾക്ക് ഭഗവാനെക്കുറിച്ചുള്ള ജ്ഞാനം ലഭിക്കും. ആ ജ്ഞാനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അയാൾ പരിശുദ്ധനാകുന്നതിനനുസരിച്ച് അയാൾക്ക് ആധ്യാത്മികമായിട്ടുള്ള പല കഴിവുകളും ലഭിക്കും. അതാണ് ഐശ്വര്യം എന്ന് പറയുന്നത്. 3ാമത് സ്വസ്മിൻ ഭാവം. അതായത് ഇതെല്ലാം പരിപൂർണമാകുന്നത് എപ്പോഴാണ്? ശ്രീകൃഷ്ണ ഭഗവാന്റെ പ്രേമയുദ്ധ സേവനത്തിൽ മുഴുകുമ്പോഴാണ്. നാരദ മഹർഷി തൻ്റെ ജീവിതത്തെ എങ്ങനെയാണ് എക്സ്പീരിയൻസ്, അതായത് ഈ തിയറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യാസദേവനോട് നാരദ മഹർഷി പറയുകയാണ് ഭക്തി ഇങ്ങനെയാണ്, ഭക്തി അങ്ങനെയാണ്, ഭക്തിയുടെ ഗുണങ്ങൾ ഇതാണ് അതാണ് എന്ന് പറയുമ്പോൾ വ്യാസദേവന് വളരെ എളുപ്പത്തിൽ മനസ്സിലാകാൻ വേണ്ടിയിട്ട് നാരദ മഹർഷി പറയുകയാണ് എനിക്ക് അതാണ് സംഭവിച്ചത്, ഇങ്ങനെയാണ് എന്നിൽ ഭക്തി പ്രവർത്തിച്ചത് എന്ന് നാരദ മഹർഷി പറയുകയാണ്. വിത്ത് ആൻ എക്സാമ്പിൾ എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് ഉദാഹരണ സഹിതം. ഇനി 40ാമത്തെ ശ്ലോകത്തിലേക്ക് കിടക്കാം നമുക്ക്. 40ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് ഈ ചാപ്റ്ററിൻ്റെ, അതായത് ഈ 5ാമത്തെ ചാപ്റ്ററിൻ്റെ എൻഡാണ്. ഇത് നമ്മൾ വായിക്കുന്നത് നേരത്തെ പോലെയുള്ള ആ ഒരു മീറ്റർ അല്ല, കുറച്ചും കൂടെ ലോങ്ങർ മീറ്ററിലാണ്. അപ്പം നമുക്ക് ആ ശ്ലോകം വായിക്കാം. ത്വമാപ്യഭദ്ര ശ്രുതവിശ്രുതം വിഭോ സമാപ്യത്തെ യേന വിദാംബുഭുത്സിതം പ്രാഖ്യാഹി ദുഃഖൈർമുഹുരാർദിതാത്മനാം സംക്ലേശനിർവാണം ഉശന്തി നാന്യഥാ. ത്വമാപ്യഭദ്ര ശ്രുതവിശ്രുതം വിഭോ സമാപ്യത്തെ യേന വിദാംബുഭുത്സിതം പ്രാഖ്യാഹി ദുഃഖൈർമുഹുരാർദിതാത്മനാം സംക്ലേശനിർവാണം ഉശന്തി നാന്യഥാ. ത്വമാപ്യഭദ്ര ശ്രുതവിശ്രുതം വിഭോ സമാപ്യത്തെ യേന വിദാംബുഭുത്സിതം പ്രാഖ്യാഹി ദുഃഖൈർമുഹുരാർദിതാത്മനാം സംക്ലേശനിർവാണം ഉശന്തി നാന്യഥാ. അപ്പോൾ അവസാനം നാരദ മഹർഷി വ്യാസദേവനോട് പറയുകയാണ്, കൺക്ലൂഷൻ, ഈ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷൻ, ഈ ശ്ലോകം അതിൻ്റെ കൺക്ലൂഷനാണ്, അവസാനത്തെ ശ്ലോകമാണ് ഈ ചാപ്റ്ററിൻ്റെ. ത്വം അങ്ങ്. അപ്പോൾ ഇത്രയും നേരം ഞാൻ പറയുന്നത് അങ്ങ് കേട്ടു. ത്വം അങ്ങ്, അല്ലയോ ശ്രേഷ്ഠനായ അങ്ങ്, അഭദ്ര ശ്രുത വിശ്രുതം. എന്താണ്? വളരെ അഭദ്ര എന്നല്ല, അദഭ്ര എന്നാണ്. അദഭ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വിശാലമായത്. എന്ത്? ശ്രുതി, വേദങ്ങൾ. ഇപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് വേദങ്ങളിൽ വിവരിച്ചു കഴിഞ്ഞു. പക്ഷേ എന്താണ് വിവരിക്കേണ്ടത്? വ്യാസദേവ, അല്ലയോ അങ്ങ് ഈ വേദങ്ങൾ കൊണ്ട് എന്താണോ മനസ്സിലാക്കിയിരിക്കുന്നത് ആ ജ്ഞാനത്തെ സാധാരണ ആൾക്കാർക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. എന്താണ് സാധാരണ ആൾക്കാരുടെ പ്രശ്നം? കോമൺ പീപ്പിൾ അല്ലേ? കോമൺ പീപ്പിളിന് എന്താണ് പ്രശ്നം? ദുഃഖങ്ങളിൽ വ്യാപൃതരായിരിക്കുന്നവരാണ്. ദുഃഖം, പിന്നെ ആർദ്ദിത ആത്മനം. ഈ ദുഃഖങ്ങൾ കൊണ്ട് ആർദ്ദിത ആത്മനം,
ആർദിത ആത്മനം എന്ന് പറഞ്ഞാൽ കഷ്ടപ്പെടുന്ന ആൾക്കാർ. ഈ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങ് ഇനി അവസാനം അങ്ങ് എഴുതാൻ പോകുന്ന ആ ലിറ്ററേച്ചർ എഴുതേണ്ടത്. എന്തിനാണ്? അവരെ അതിൽ നിന്നും രക്ഷിക്കാൻ വേണ്ടിയിട്ട്. സംക്ലേശ നിർവാണം, അവരുടെ ക്ലേശങ്ങളിൽ നിന്നും അവരെ നിർവാണം കൊടുക്കാൻ വേണ്ടി. നിർവാണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ അതിൻ്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഉശന്തി ന അന്യഥ. എന്താണ് ഉശന്തി ന അന്യഥ എന്ന് പറഞ്ഞാൽ ഈ ഒരു ക്ലേശത്തിൽ നിന്നും അവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ന അന്യഥ, വേറെ ഒരു വഴിയുമില്ല. അപ്പോൾ പ്രഖ്യാതി ദുഃഖൈർ മുഹുർ ആർദിതാത്മനമാണ് ആര്? സാധാരണ ആൾക്കാർ. അവരുടെ സംക്ലേശ നിർവ്വാണം ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴിയുമില്ല. എന്ത് ചെയ്യണം? അങ്ങ് പഠിച്ചിരിക്കുന്ന ഈ വേദങ്ങളിൽ വെച്ച് എന്താണ് അങ്ങ് മനസ്സിലാക്കിയിരിക്കുന്നത് ഭക്തിയെക്കുറിച്ച്? ആ ഭക്തിയെക്കുറിച്ച് എങ്ങനെയാണ് അത് പ്രായോഗികമായി ചെയ്യുക എന്നത് ഭഗവാന്റെ ലീലകൾ വർണ്ണിക്കുമ്പോഴാണ് ആൾക്കാർക്ക് മനസ്സിലാകാൻ പറ്റുക. എങ്ങനെയാണ് ഭഗവാൻ സ്വന്തം ഭക്തന്മാരോട് റെസിപ്രൊക്കേറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് ഭഗവാൻ സ്വന്തം ഭക്തന്മാരുടെ ക്ലേശങ്ങളെ ശമിപ്പിക്കുന്നത്? എങ്ങനെയാണ് അവരെ ആധ്യാത്മിക ലോകത്തിലേക്ക് തിരികെ കൊണ്ടുപോകുന്നത്? ഇതെല്ലാം എന്ത് ചെയ്യണം? അങ്ങ് വിവരിക്കണം. അപ്പൊ എന്തെഴുതാനാണ് പറഞ്ഞത്? ഭാഗവതം എഴുതാനാണ് ഇന്റേൺ അത് ഈ ഒരു 40ാമത്തെ ശ്ലോകത്തിൽ എന്ത് ചെയ്യണം പറയുന്നത്. അതായത് അതെ. അപ്പോൾ പ്ലീസ് ദെയർഫോർ ഡിസ്ക്രൈബ്, നമുക്ക് മലയാളം വായിക്കാം. ആകയാൽ മഹാപണ്ഡിതന്മാരുടെ അഭിലാഷങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിനും അതേസമയം ഭൗതിക യാതനകൾ സദാ അനുഭവിക്കുന്ന സാമാന്യ ജനസമൂഹങ്ങളുടെ ദുരിതങ്ങളെ ലഘൂകരിക്കുന്നതിനുമായി വേദങ്ങളുടെ വിപുല ജ്ഞാനത്താൽ അങ്ങ് അഭ്യസിച്ച സർവശക്തനായ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് വിശദീകരിച്ചാലും അവ്വിധ യാതനകളിൽ നിന്നും നിർമുക്തമാകാൻ വേറെ യാതൊരു മാർഗവുമില്ല. 2 കാര്യം പറഞ്ഞു. ഒന്ന്, 2 പേർക്ക് വേണ്ടിയാണ് ഭാഗവതം എഴുതുന്നത്. ഭാഗവതം സാധാരണ ആൾക്കാർക്ക് വേണ്ടിയാണ് എന്ന് ഇവിടെ നമ്മൾ ചിന്തിക്കരുത്. കാരണം ഇവിടെ 2 പേരുടെ കാര്യം പറയുന്നുണ്ട്. ഒന്ന്, മഹാപണ്ഡിതന്മാരുടെ അഭിലാഷങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിന്. എന്താണ്? സമാപ്യത്തെ വിദാം ബുഭുത്സിതം, അതാണ് ആ ശ്ലോകത്തിലെ വാക്ക്. സമാപ്യത്തെ യേന വിദാം ബുഭുത്സിതം. എന്താണ് അതിൻ്റെ അർത്ഥം? സമാപ്യത്തെ സാറ്റിസ്ഫൈ ചെയ്യുകയാണ്, സംതൃപ്തമാക്കുക, സമാപിക്കുക എന്ന് പറഞ്ഞാൽ പൂർണ്ണമാകുക എന്നാണ്. എന്താണ് പൂർണ്ണമാകുന്നത്? യേന വിദാം ബുഭുത്സിതം. വിദാം, വിദ അല്ലെങ്കിൽ വൈദിക, ഇതിൻ്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ജ്ഞാനം എന്നതിനെ കുറിച്ചാണ്. അപ്പം ജ്ഞാനികളെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ജ്ഞാനികളുടെ ആധ്യാത്മികമായിട്ടുള്ള ജ്ഞാനത്തെക്കുറിച്ച് എന്താണ് ആധ്യാത്മിക ജ്ഞാനം നേടാനുള്ള ആ ഒരു ആഗ്രഹത്തെ ശമിപ്പിക്കുകയും വേണം. 2, സാമാന്യ ജനങ്ങളെ ദുരിതങ്ങളെ ലഘൂകരിക്കുകയും വേണം. 2 കാര്യം. സമാപ്യത്തെ വിദാം ബുഭുത്സിതം. 2, ആർദിതാത്മനം സംക്ലേശ നിർവാണം. ഈ 2 കാര്യങ്ങൾക്കും വേണ്ടിയിട്ടാണ് അങ്ങ് എഴുതേണ്ടത്. ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ടല്ല. നമ്മളെപ്പോലുള്ള സാധാരണ ജനങ്ങളുടെ ദുരിതങ്ങളെ ലഘൂകരിക്കുന്നതിനാണ് ഭാഗവതം എഴുതിയിരിക്കുന്നത്, ശരിയാണ്. പക്ഷെ അത് മാത്രമല്ല, ഇത്രയും വേദങ്ങളും ശാസ്ത്രങ്ങളും ഒക്കെ പഠിച്ച് പണ്ഡിതന്മാരായിട്ടിരിക്കുന്ന ആൾക്കാർക്കും ഭഗവാന്റെ കഥകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഭഗവാന്റെ ലീലകൾ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ആത്മാവിനും എന്താണ്, അവരുടെ മനസ്സിനും അവർക്ക് എന്തുണ്ടാവും? അവർക്ക് സമ്പൂർണമായിട്ടും തൃപ്തി ഉണ്ടാകും. ഈ 2 കാര്യങ്ങൾ. ഇതിനൊരു ഉദാഹരണം വേദവ്യാസൻ തന്നെയാണല്ലേ. വേദവ്യാസൻ അറിയാത്ത എന്ത് കാര്യമാണുള്ളത്? വേദവ്യാസൻ എഴുതിയിരിക്കുന്ന അത്രയും പുരാണങ്ങളും കാര്യങ്ങളും എല്ലാം വന്നിട്ട് എഴുതി കഴിഞ്ഞിട്ട് അവസാനം നാരദ മഹർഷി എന്തുകൊണ്ട് വരേണ്ടി വന്നു? കാരണം ഇതിനെ ശമിപ്പിക്കാൻ ഈ ഒരു അഭിലാഷത്തെ, അതായത് പണ്ഡിതനായ വേദവ്യാസന്റെ അഭിലാഷം എന്താണ്? ഭഗവാനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അതിനെ ശമിപ്പിക്കാൻ ആർക്കേ കഴിയുകയുള്ളൂ? ഭഗവാന്റെ ലീലകൾക്ക് മാത്രമേ കഴിയുകയുള്ളൂ. സ്വന്തം ഉദാഹരണമാണ് ആരെഴുതിയിരിക്കുന്നത്, വേദവ്യാസൻ ഇവിടെ പറയുന്നത്. എന്താണ്? മഹാപണ്ഡിതന്മാരുടെ അഭിലാഷങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്നതിന്. അതുകൊണ്ടാണല്ലോ വേദവ്യാസന് എന്തുണ്ടായിരുന്നില്ല? സംതൃപ്തി ഉണ്ടാകാത്തത്. ഇത്രയധികം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടും
അതിൻ്റെ അകത്ത് സംതൃപ്തി ഉണ്ടാകുമായിരുന്നെങ്കിൽ അദ്ദേഹത്തിന് നാരദ മഹർഷിയെ വിളിച്ചു വരുത്തേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അദ്ദേഹം എന്ത് ചെയ്യുമായിരുന്നില്ല, എനിക്ക് സംതൃപ്തനായില്ല എന്നും പറഞ്ഞ് സങ്കടപ്പെടുമായിരുന്നില്ല. അപ്പോൾ നാരദ മഹർഷി വ്യാസദേവനോട് തന്നെ പറയുകയാണ്, മഹാപണ്ഡിതന്മാരുടെ അഭിലാഷങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ. ഒന്ന് വേദവ്യാസൻ തന്നെയാണ് ഈ മഹാപണ്ഡിതൻ. അങ്ങനെ അങ്ങേപോലുള്ള മഹാപണ്ഡിതന്മാരുടെ അഭിലാഷങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ എന്ത് വേണം? ഭാഗവതം വേണം. 2, അങ്ങേപോലുള്ള ആൾക്കാരല്ല ഈ ലോകത്തിൽ എല്ലാവരും. അങ്ങേപോലെ ജീവിക്കുന്ന ആൾക്കാരല്ലാതെ ഒരുപാട് സാധാരണ ജനങ്ങളുണ്ട്. ഭൗതിക യാതനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സാധാരണ ജനസമൂഹങ്ങളുടെ ദുരിതങ്ങളെ ലഘൂകരിക്കുന്നതിനും വേദങ്ങളുടെ വിപുല ജ്ഞാനത്താൽ അങ്ങ് അഭ്യസിച്ച സർവശക്തനായ ഭഗവാന്റെ ലീലകളെക്കുറിച്ച് വിശദീകരിക്കും. 2 പേർക്ക് വേണ്ടി. ഓക്കെ, അപ്പോൾ ഈ ശ്ലോകത്തോടു കൂടി നമ്മൾ 5ാമത്തെ ചാപ്റ്റർ അവസാനിക്കുകയാണ്. ഈ 5ാമത്തെ ചാപ്റ്ററിൽ ഇവിടെ പർപ്പട്ടിൽ ഭഗവത്ഗീതയിൽ പറയുന്ന 4 തരത്തിലുള്ള സുകൃതികളായ ജനങ്ങളെക്കുറിച്ചും 4 തരത്തിലുള്ള ദുഷ്കൃതികളായിട്ടുള്ള ജനങ്ങളെക്കുറിച്ചുമാണ് ശ്രീല പ്രഭുപാദ് വിവരിക്കുന്നത്. നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ട്. എന്താണ്? ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഇവരെല്ലാം സുകൃതികളാണ്. ചതുർവിധ ഭജന്തെ മാം ജന സുകൃതിനോ അർജുന, ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി ച ഭരതർഷഭ. ഇനി 2ാമത്തേത്, 4 തരത്തിലുള്ള ആൾക്കാർ എന്നെ അറിയാനേ ശ്രമിക്കാറില്ല. നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തെ നരാധമ മായയാ അപഹൃതജ്ഞാന ആസുരിം ഭാവമാശ്രിത. 4 കാര്യങ്ങൾ. അതായത് എന്താണ്? 1, നമാം ദുഷ്കൃതിനോ മൂഢ പ്രപദ്യന്തെ നരാധമ മായയാ അപഹൃതജ്ഞാന ആസുരം ഭാവമാശ്രിത. ഈ 4 തരത്തിലുള്ള ആൾക്കാർ എന്ത് ചെയ്യുന്നില്ല? എന്നെ ആരാധിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതേ ഇല്ല. ഈ എല്ലാ ക്ലാസ്സിലുമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം. ഇവര് അറ്റ്ലീസ്റ്റ് ഭാഗവതം വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതിലാണ് നമ്മൾ വരുന്നത് എന്ന് നമ്മൾ ചിന്തിച്ചു നോക്കൂ. നമ്മൾ ഈ ലാസ്റ്റ് പറഞ്ഞ 4 ദുഷ്കൃതികൾക്കകത്താണ് വരുന്നത്, നേരത്തെ വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾക്ക് ഏതോ ഒരു ഭക്തൻ എന്ത് തന്നു? ഒരു ഭാഗവതം തന്നു, അല്ലെങ്കിൽ ഒരു ഭഗവത്ഗീത തന്നു, ഹരിനാമത്തെക്കുറിച്ച് പറഞ്ഞു തന്നു. അങ്ങനെ ആ ജ്ഞാനം ലഭിച്ചപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇപ്പോൾ ഭഗവാനെ കുറിച്ച് കുറച്ച് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. ആ 4 കാറ്റഗറിയിൽ നിന്നും മേലേക്ക്, അതായത് സുകൃതി എന്നുള്ള ആ ഒരു ആർത്തോ, ജിജ്ഞാസു, അർത്ഥാർത്ഥി, ജ്ഞാനി, ഈ കാറ്റഗറിയിലും വരാതെ എന്ത് ചെയ്യാൻ പോവുകയാണ്? നേരെ ഉപരിയായിട്ട് ഭക്തൻ എന്നുള്ള ആ ഒരു പൊസിഷനിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു തലത്തിലേക്ക് ഉയരാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം? നമ്മളെ പോലുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ്. ഇത് ലാസ്റ്റ് പറഞ്ഞിരിക്കുന്ന ആർദ്ദിതാത്മാനം സംക്ലേശ നിർവ്വാണം എന്ന് പറയുന്നത് എന്നെ ഉദ്ദേശിച്ച് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ എൻഡ് കഴിഞ്ഞു. അടുത്ത ചാപ്റ്ററിലേക്ക് പ്രവേശിക്കാം. 6ാമത്തെ ചാപ്റ്റർ. 6ാമത്തെ ചാപ്റ്ററിൽ വളരെ കാര്യമായിട്ട് വ്യാസദേവൻ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, എങ്ങനെ അത് സംഭവിച്ചു? ഈ ചെറിയതായിട്ട് ചുരുക്കി പറഞ്ഞില്ലേ? എന്താണ് പറഞ്ഞത്? 1 ജ്ഞാനം, 2 ഐശ്വര്യം, 3 സ്വാനാം ഭാവം, അല്ലേ? സ്വസ്മിൻ ഭാവം. ജ്ഞാനം, ഐശ്വര്യം, സ്വസ്മിൻ ഭാവം 39ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞു. ഇതെല്ലാം എനിക്ക് കിട്ടിയെന്ന് നാരദ മഹർഷി പറഞ്ഞു. അപ്പോൾ വ്യാസദേവൻ ചിന്തിച്ചു. വ്യാസദേവൻ മനസ്സിലായില്ല എങ്ങനെയാണ് അത് പ്രാക്ടിക്കലി എങ്ങനെയാണ്. നമ്മളിപ്പോൾ തിയറി പഠിച്ചല്ലോ, പ്രാക്ടിക്കലി എങ്ങനെയാണ് അത് ചെയ്യുന്നത്? നമ്മൾ സയൻസ് പഠിക്കുമ്പോഴേക്കും അതിൻ്റെ അകത്ത് തിയറിയും ഉണ്ട്, പ്രാക്ടിക്കലും ഉണ്ട്, അല്ലേ? ഞങ്ങളിപ്പോൾ അനാട്ടമി പഠിക്കുമ്പോൾ അതിൻ്റെ അകത്ത് മനുഷ്യ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളെക്കുറിച്ച് തിയറി പഠിക്കുന്നുണ്ട്. കയ്യിൽ ഇത്ര മസിലുണ്ട്, ഇത്ര ബോൺസ് ഉണ്ട്, ഇങ്ങനെയാണ് രക്തക്കൊള്ളികളിരിക്കുന്നത്, അതാണ് ഇതാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരുപാട് എന്ത് പഠിക്കാനുണ്ട്? തിയറി പഠിക്കാനുണ്ട്. പക്ഷേ നമ്മൾ അത് പഠിക്കുക മാത്രമല്ല, അതിൻ്റെ കൂടെ എന്ത് ചെയ്യും? ഡിസെക്ഷൻ ഹാൾ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു കെഡാവർ ഉണ്ട്. കെഡാവർ എന്ന് പറഞ്ഞാൽ സംരക്ഷിച്ചു വെച്ചിരിക്കുന്ന ഭൗതിക ശരീരം മനുഷ്യൻ്റെ. അതിനെ നമ്മൾ എന്ത് ചെയ്യും? കീറി മുറിച്ച് പഠിക്കും. അപ്പോൾ നമ്മൾ കാണും അതിൻ്റെ അകത്ത് അങ്ങനെയാണ്, ഇങ്ങനെയാണ്. അപ്പോൾ നാരദ മഹർഷി ഇതുപോലെ പറഞ്ഞപ്പോൾ വ്യാസദേവൻ ആലോചിച്ചു, അത് ശരി, ഐശ്വര്യം, ജ്ഞാനം, സ്വസ്മിൻ ഭാവം, ഇതൊക്കെയാണ് ആർക്ക് കിട്ടിയത്? നാരദ മഹർഷിക്ക് കിട്ടിയത്. പക്ഷെ എങ്ങനെ കിട്ടിക്കാണും?
കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിച്ചു കളയാം എന്ന് പറഞ്ഞു. അപ്പൊ നാരദനും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണം തുടരുകയാണ് ഇവിടെ. എന്താണ്, നാരദ മഹർഷി എങ്ങനെയാണ് ഇങ്ങനെ ആയത് എന്ന് വ്യാസദേവന് ഡീറ്റെയിൽഡ് ആയിട്ട് അറിയണം. അപ്പോൾ വ്യാസദേവൻ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. നമുക്ക് ഒന്നാമത്തെ ശ്ലോകത്തിലേക്ക് പോകാം. സൂത ഉവാച ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മ കർമ്മ ച ഭൂയ പ്രപ്രച്ഛ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസ സത്യവതി സുതഃ. സൂത ഗോസ്വാമി പറയുകയാണ്, അങ്ങനെ അവർ തമ്മിൽ സംഭാഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് സൂത ഗോസ്വാമി. എവിടെയായിരുന്നു നമ്മൾ സൂത ഗോസ്വാമിയെ കണ്ടത്? സൂത ഗോസ്വാമിയാണ് നൈമിശാരണ്യത്തിലെ ഋഷിമാരോടാണ് സംഭാഷണം നടത്തുന്നത്. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ കണ്ടത് ആ സംഭാഷണത്തിന് ഇടയ്ക്ക് സൂത ഗോസ്വാമി നാരദനും വ്യാസദേവനും തമ്മിലുള്ള സംഭാഷണം പറയുകയാണ്. അപ്പൊ ഇനി നമ്മൾ ഈ പ്രകാരം സംഭാഷണത്തിന് ഇടയിലെ സംഭാഷണത്തിനെ കുറിച്ച് പറയും. പേരുകൾ എന്താണ്, ചിലപ്പോൾ നമ്മൾക്ക് എവിടെയാണ് ഇവരെ നമ്മൾ കണ്ടത് എന്ന് ചിലപ്പം തോന്നും. എവിടെയാണ് കണ്ടത്? സൂത ഗോസ്വാമിയാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ തുടക്കത്തിൽ മുതൽ നൈമിശാരണ്യത്തിലെ ഋഷിമാരോട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്കാണ് നാരദ വ്യാസ സംവാദം വരുന്നത്. ഓക്കെ. ഏവം നിശമ്യ ഭഗവാൻ ദേവർഷേർജന്മ കർമ്മ ച ഭൂയാ പപ്രച്ഛ തം ബ്രഹ്മൻ വ്യാസ സത്യവതി സുത. എന്താണ്? സൂത ഉവാച, സൂത മഹർഷി പറഞ്ഞു, ഉവാച പറഞ്ഞു. ഏവം നിശമ്യ ഭഗവൻ, അതായത് വ്യാസദേവൻ ഇപ്രകാരം കേട്ടപ്പോൾ, ദേവർഷേർ ജന്മ കർമ്മ ച, എന്തിനെ കുറിച്ച് കേട്ടപ്പോൾ? ദേവർഷി നാരദന്റെ ജന്മത്തെയും കർമ്മത്തെയും കുറിച്ച് കേട്ടപ്പോൾ, ഭൂയ പപ്രച്ഛ തം ബ്രഹ്മൻ, കൂടുതൽ ഉത്സുകനായിട്ട് പപ്രച്ഛ വീണ്ടും ചോദിച്ചു. വ്യാസ സത്യവതി സുത, ആര് ചോദിച്ചു? വ്യാസൻ, സത്യവതി സുതനായ വ്യാസൻ ചോദിച്ചു. ഓക്കെ. ശ്രീ സുതൻ അരുളി ചെയ്തു, അല്ലയോ ബ്രാഹ്മണരെ, ഇങ്ങനെ ശ്രീ നാരദന്റെ ജനനത്തെയും കർമ്മത്തെയും കുറിച്ച് സർവ്വതും ശ്രമിച്ച ഭഗവത് അവതാരവും സത്യവതി സുതനുമായ ശ്രീ വ്യാസദേവൻ ഇപ്രകാരം അന്വേഷിച്ചു. എന്താണ് വ്യാസദേവൻ ചോദിക്കുന്നത്? രണ്ടാമത്തെ ശ്ലോകം. വ്യാസ ഉവാച ഭിക്ഷുഭിർ വിപ്രവസിതേ വിജ്ഞാനാദേസ്ത്രിഭിസ്തവ വർത്തമാനോ വയസ്യദ്യേ തഥാ കിം അകരോത് ഭവാൻ. വ്യാസ ഉവാച ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേസ്ത്രിഭിസ്തവ വർത്തമാനോ വയസ്യാദ്യേ തഥാ കിം അകരോത് ഭവാൻ. വ്യാസ ഉവാച ഭിക്ഷുഭിർവിപ്രവസിതേ വിജ്ഞാനാദേസ്ത്രിഭിസ്തവ വർത്തമാനോ വയസ്യാദ്യേ തഥാ കിം അകരോത് ഭവാൻ. തഥാ കിം അകരോത് ഭവാൻ. ആര് ചോദിക്കുന്നു? വ്യാസദേവൻ. ആരോട് ചോദിക്കുന്നു? നാരദ മഹർഷിയോട് ചോദിക്കുന്നു. കിം അകരോത് ഭവാൻ. കരോത്, കർണ എന്താണ്? ചെയ്യുക എന്നാണ്. കരോത്, എന്താണ്? കർത്ത അല്ലെങ്കിൽ എന്താണ്? കരണം എന്ന ധാതുവിൽ നിന്നാണ് ഇതിൻ്റെ എല്ലാം ഡെറിവേഷൻസ് വരുന്നത്. എന്താണ്? കിം അകരോത് ഭവാൻ, എന്താണ് അങ്ങ് ചെയ്തത്? എപ്പോ? വ്യാസദേവൻ എപ്പോഴാണ് ചോദിക്കുന്നത്? ഭിക്ഷുഭിർ വിപ്രവസിതേ, ആ ഭിക്ഷാന്തേഹികളാൽ, ഭിക്ഷാന്തേഹികൾ എന്ത് ചെയ്യുകയാണ്? 4 മാസമാണ്, 2 ഋതുക്കളാണ് അവിടെ താമസിച്ചത് അല്ലേ? അതിനുശേഷം ഭക്തിവേദാന്തികൾ പോയല്ലോ. അപ്പോ അവര് പോയതിനു ശേഷം വർത്തമാനോ വയസ്യാദ്യേ, അതായത് ആ സമയത്ത് താങ്കൾ എന്ത് ചെയ്തു? അവരുടെ പ്രയാണത്തിന് ശേഷം താങ്കൾ എന്ത് ചെയ്തു? കിം അകരോത് ഭവാൻ. ശ്രീ വ്യാസദേവൻ ചോദിച്ചു, പൂർവജന്മത്തിൽ താങ്കൾക്ക് ശാസ്ത്രീയമായ അതീന്ദ്രിയ ജ്ഞാനം ഉപദേശിച്ച ശ്രേഷ്ഠരായ ഋഷിവര്യന്മാരുടെ പ്രയാണത്തിന് ശേഷം താങ്കൾ എന്ത് ചെയ്തു? അപ്പോൾ എന്താണ് ചെയ്തത് എന്ന് ചോദിക്കുകയാണ്. 3-ാമത്തെ ശ്ലോകം. സ്വയംഭുവ കയാ വൃത്യ വർത്തിതം തേ പരം വയഃ കഥം ചേതം ഉദശ്രാക്ഷി കാലേ പ്രാപ്തേ കലേവരം. സ്വയംഭുവ കയാ വൃത്യ
വർത്തിതം തേ പരം വയ കഥം ചേതം ഉദശ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. എന്താണ് ചോദിക്കുന്നത്? ഒന്നും കൂടി വായിക്കാം. സ്വയംഭുവകയാ വൃത്യാ വർത്തിതം തേ പരം വയഃ കഥം ചേദം ഉദശ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. ഇതിൻ്റെ അകത്ത് ഒരു വാക്ക് മിസ്സിംഗ് ആണ്. സ്വയംഭൂവകയാ വൃത്യാ വർത്തിത തേ പരം വയഃ. ആ ശ്ലോകത്തിൻ്റെ അകത്ത് വർത്തിത എന്നുള്ള വാക്ക് മിസ്സിംഗ് ആണ്. കഥം ഛേദം ഉദശ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. അപ്പോൾ സ്വയംഭുവ എന്താണ്? സ്വയംഭുവ ഒരു പേര് നമ്മൾക്കറിയാം, സ്വയംഭുവ മനു. അദ്ദേഹമാണോ ഉദ്ദേശിക്കുന്നത്? അല്ല. ഇവിടെ ആരെയാണ് വിളിക്കുന്നത്? നാരദ മഹർഷിയെ വ്യാസദേവൻ അഭിസംബോധന ചെയ്യുകയാണ്. സ്വയംഭുവ. എന്താണ് സ്വയംഭുവ? സ്വയംഭൂ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്വന്തമായിട്ട് ജനിച്ചവൻ. എവിടെ നിന്നാണ് സ്വന്തമായിട്ട് ജനിച്ചത്? നാരദ മഹർഷി എന്താണ്? സ്വയംഭൂ എന്ന് പറയുന്നത് ആരെയാണ്? ബ്രഹ്മദേവനെ. ബ്രഹ്മദേവനാണ് സ്വയംഭൂ. എങ്ങനെയാണ് സ്വയംഭൂ എന്ന് പറയുന്നത്? സാധാരണ ജീവാത്മാവ് അച്ഛൻ അമ്മ ഇവരുടെ സംഗമത്തിൽ നിന്നുമാണ് ശരീരം സ്വീകരിക്കുന്നത്. ബ്രഹ്മദേവൻ ആ ഒരു ആദ്യത്തെ ജീവാത്മാവാണ് ബ്രഹ്മദേവൻ. ബ്രഹ്മദേവൻ ആ ഒരു ലോ അല്ലെങ്കിൽ നിയമം അനുസരിച്ചേ അല്ല വന്നത്. അദ്ദേഹം അതിൽ നിന്നാണ് ജനിച്ചത്. സ്വയം ഭഗവാൻ വിഷ്ണുവിൻ്റെ പുത്രനായിട്ടാണ് ജനിച്ചത്. പക്ഷേ ലക്ഷ്മി ദേവിയും ഭഗവാൻ വിഷ്ണുവും വന്നിട്ട് ബ്രഹ്മദേവന് പുത്രനായി ജനിപ്പിച്ചതല്ല. അദ്ദേഹം സ്വയം ഭഗവാന്റെ ശരീരത്തിൽ നിന്നുമുള്ള താമരത്തണ്ടിൽ പ്രത്യക്ഷനായതാണ്. അതാണ് സ്വയംഭൂ എന്ന് അദ്ദേഹത്തിനെ വിളിക്കാൻ കാരണം. സ്വയംഭൂവിൻ്റെ പുത്രനാണ് സ്വയംഭുവ. സ്വയംഭുവ ഒരു മനുവിന്റെ പേരുമാണ്. അദ്ദേഹവും ബ്രഹ്മസുതൻ തന്നെയാണ്. പക്ഷെ എന്നാലും ഇവിടത്തെ സ്വയംഭുവൻ ആരാണ്? നാരദ മഹർഷിയാണ്. അല്ലയോ ബ്രഹ്മസുത, കയാവൃത്യ എന്താണ്? എങ്ങനെയാണ് താങ്കൾ ചെലവഴിച്ചത്? ഏത്? ആ പഴയ ചെറിയ കുട്ടിയായിരുന്ന സമയത്തെ ഒരു ശരീരത്തിന്റെ കാര്യം പറയുന്നുണ്ടല്ലോ. ആ ശരീരം എങ്ങനെയാണ് ആ സമയത്ത് താങ്കൾ ചെലവഴിച്ചത്? How did you pass your life after initiation? And how did you attain this body? കഥം ഛേദം ഉദശ്രാക്ഷി കാലേ പ്രാപ്തേ കളേവരം. ഈ കളേവരത്തെ എങ്ങനെയാണ് അങ്ങേക്ക് കിട്ടിയത്? നാരദ മഹർഷി പറഞ്ഞത് എന്താണ്? ഞാൻ കഴിഞ്ഞ മില്ലേനിയത്തിലാണ് അങ്ങനെ ആ ഒരു ഭക്തിവേദാന്തികളുടെ സംസർഗത്തിൽ ഉണ്ടായിരുന്നെന്നല്ലേ പറഞ്ഞത്. അപ്പൊ വ്യാസദേവൻ ചോദിച്ചു, ആ കഴിഞ്ഞ മില്ലേനിയത്തില് എങ്ങനെയാണ് അങ്ങ് ആ ശരീരത്തിൽ ജീവിച്ചത്? എന്താണ് ആ ശരീരം കൊണ്ട് ചെയ്തത് അവർ പോയതിനു ശേഷം? അത് കഴിഞ്ഞിട്ട് അങ്ങേക്ക് ഈ ബ്രഹ്മസുതനായിട്ടുള്ള അങ്ങേക്ക് നാരദ മഹർഷി എന്നുള്ള ആ ഒരു ശരീരം എങ്ങനെയാണ് അങ്ങേക്ക് കിട്ടിയത് എന്നാണ് ചോദിക്കുന്നത്. അല്ലയോ ബ്രഹ്മണപുത്ര അല്ലെങ്കിൽ ബ്രഹ്മസുത, ദീക്ഷ സ്വീകരിച്ചതിന് ശേഷം താങ്കൾ എപ്രകാരമാണ് ജീവിതം കഴിച്ചുകൂട്ടിയത്? പൂർവ്വ ശരീരം പരിത്യജിച്ച് കാലക്രമേണ താങ്കൾക്ക് എപ്രകാരമാണ് ഈ ശരീരം പ്രാപ്തമായത്? അപ്പോൾ അറിയാനുള്ള ആഗ്രഹം കൊണ്ട് വ്യാസദേവൻ ചോദിക്കുകയാണ് നാരദ മഹർഷിയോട്. നമുക്കും അറിയണം അല്ലേ എങ്ങനെയാണെന്ന്? യെസ്. അപ്പോൾ നമുക്ക് 4ാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കാം. പ്രാക്കൽപ വിഷയാം ഏതം സ്മൃതിം തേ മുനി സത്തമ നഹ്യേഷ വ്യവധാത് കാല ഏഷ സർവനിരാകൃതി. ഒരു സംശയം ഇപ്പോഴും വ്യാസദേവന് ബാക്കിയുണ്ട്. കഴിഞ്ഞ ജന്മത്തിലെ കാര്യം എങ്ങനെയാണ് നാരദ മഹർഷി പറയുന്നത്? കഴിഞ്ഞ ജന്മത്തിലെ കാര്യം നമ്മളോട് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയുമോ കഴിഞ്ഞ ജന്മത്തിൽ നമുക്ക് എന്താണ് സംഭവിച്ചത് എന്ന്? കഴിഞ്ഞ ജന്മത്തിലല്ല, കഴിഞ്ഞ ദിവസം എന്താണ് ചെയ്തതെന്ന് പോലും ഓർമ്മയുള്ള ആൾക്കാരല്ല നമ്മൾ. അപ്പോൾ നാരദ മഹർഷി തൻ്റെ കഴിഞ്ഞ മില്ലേനിയത്തില്, അതായത് കഴിഞ്ഞ മില്ലേനിയത്തിൽ നടന്ന കാര്യങ്ങളെക്കുറിച്ച് വ്യാസദേവന് പറഞ്ഞു കൊടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വ്യാസദേവന് സംശയം തോന്നും. വ്യാസദേവൻ നമുക്ക് വേണ്ടിയാണ് ചോദിക്കുന്നത്. വ്യാസദേവന് സംശയം തോന്നേണ്ട ആവശ്യമില്ലായിരിക്കാം. നമ്മൾ ഭഗവത്ഗീതയിൽ കേൾക്കുന്നത് പോലെ അർജുനന് ആ ഒരു കണ്ടീഷനിൽ ആവേണ്ട ആവശ്യമില്ല. പക്ഷെ അർജുനൻ എന്തുകൊണ്ട് അങ്ങനെയായി?
ഭഗവത്ഗീത നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള സാധാരണ ആൾക്കാർക്ക് ഈ കാര്യം മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അവിടെ വളരെ ബുദ്ധിമാനായിട്ട്. നോക്കൂ, നമ്മൾ ഈ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഒരാൾ ചോദ്യം ചോദിക്കുന്നത്, പരീക്ഷിത്ത് മഹാരാജാവ് വളരെ കാര്യം ആയിട്ട് ശുകദേവ ഗോസ്വാമി പറയുന്നതെല്ലാം കേട്ടുകൊണ്ടേയിരിക്കും. പക്ഷേ ചില സമയത്ത് പരീക്ഷിത്ത് മഹാരാജ ഇന്ററപ്റ്റ് ചെയ്തിട്ട്, അല്ലയോ ശുകദേവ ഗോസ്വാമി നിർത്തൂ, എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും അവിടെ ചോദിക്കുന്നത്. അതിനകത്ത് നിന്നാണ് അടുത്ത എന്താണ് പാസ്റ്റ് ടൈംസ് ഒക്കെ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ ഈ ചോദ്യങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് വെറുതെ കേട്ടുകൊണ്ടിരിക്കുകയല്ല ഇവർ. അപ്പോൾ നാരദ മഹർഷിയും വ്യാസദേവനും തമ്മിലുള്ള സംവാദത്തിൽ ഞാൻ അങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങ് ചെയ്തു, ഇങ്ങനെ ചെയ്തു, ഭക്തിവേദാന്തികളുമായിട്ട് കണ്ടു, അവരിങ്ങനെ ജ്ഞാനം തന്നു, അത് ചെയ്തു, ഇത് ചെയ്തു, തീർന്നു. നാരദ മഹർഷി മൊത്തം കഥ പറഞ്ഞു തീർത്തു. പക്ഷേ വ്യാസദേവൻ മിണ്ടാതെ ഇരുന്ന് കേൾക്കുകയല്ല ചെയ്യുന്നത്. വ്യാസദേവൻ ചോദിച്ചു. എന്താണ് ചോദിക്കുന്നത്? എങ്ങനെയാണ് അങ്ങേക്ക് കഴിഞ്ഞ ജന്മത്തിലെ കാര്യം ഓർമ്മ വരുന്നത്? സാധാരണ ആൾക്കാർക്ക് കഴിഞ്ഞ ജന്മത്തിലെ കാര്യം ഓർമ്മ വരാറില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് അങ്ങേക്ക് ഓർമ്മ വന്നത്? ഇതാണ് ചോദ്യം. ഈ ചോദ്യം നമുക്കും ഉള്ളതാണ്. അപ്പോൾ നമുക്കും ഈ ചോദ്യം കേട്ടാൽ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ആര് ചോദിക്കുന്നത്? നാരദ മഹർഷി ഇവിടെ ചോദിക്കുന്നത്. വ്യാസദേവൻ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? പ്രാക് കൽപ്പ വിഷയാം ഏതാം. പ്രാക് കൽപ്പ വിഷയം. പ്രാക് എന്ന് പറഞ്ഞാൽ പഴയ. പ്രാക് കൽപ്പ വിഷയാം ഏതാം. എന്താണ്? കഴിഞ്ഞ കൽപ്പത്തിൽ നടന്ന കാര്യമാണ് അങ്ങ് പറഞ്ഞത്. സ്മൃതിം, ഓർമ്മയുണ്ടോ? തേ മുനിസത്തമ. അല്ലയോ നാരദ മഹർഷി മുനിസത്തമ, അങ്ങേക്ക് എങ്ങനെയാണ് പ്രാക് കൽപ്പ വിഷയം വന്നിട്ട് എന്താണ് സ്മൃതിയായിട്ടിരിക്കുന്നത്? നഹി ഏഷ വ്യവധാത് കാല ഏഷ സർവനിരാകൃതി. കാരണം എന്താണ്? കാലം എന്ന് പറയുന്നത് സർവനിരാകൃതി, എല്ലാത്തിനെയും മറക്കുന്ന അല്ലെങ്കിൽ മറയ്ക്കുന്ന ഒന്നാണ്. കാലം കഴിഞ്ഞു പോകുമ്പോൾ നമ്മൾ പലതും മറന്നു പോകും. നമ്മൾ ഒരു വർഷം മുന്നേ ഇതേ സമയത്ത് എന്ത് ചെയ്യുമായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഓർമ്മ വരുമോ? ഇല്ല. പിന്നെ കഴിഞ്ഞ ജന്മത്തെക്കുറിച്ച് ചോദിക്കേണ്ട ആവശ്യമുണ്ടോ? പക്ഷെ എങ്ങനെയാണ് അങ്ങേക്ക് ഓർമ്മ വന്നത്? ഇതാണ് എന്ത്? ബുദ്ധിമാനായിട്ടുള്ള ഒരു ശ്രോതാവിൻ്റെ ലക്ഷണം. കേൾക്കണം, പക്ഷെ അതേപടി കേട്ട് വിഴുങ്ങുകയല്ല ചെയ്യുന്നത്. എന്ത് ചെയ്യണം? ചിന്തിക്കണം. അങ്ങനെയാണോ? എങ്ങനെയാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? എന്നിട്ട് സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ആധ്യാത്മിക ഗുരുവിനോട് ചോദിക്കണം. കാരണം ഈ സംശയങ്ങൾ എന്ന് പറയുന്നത് ആധ്യാത്മിക പുരോഗതിക്ക് വിലങ്ങുതടിയാണ് എന്നാണ് പറയുന്നത്, തടസ്സം. ഈ തടസ്സം ചാടിക്കടന്നാൽ മാത്രമേ എന്ത് ചെയ്യുകയുള്ളൂ? നമ്മൾ ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുകയുള്ളൂ. അപ്പൊ എന്ത് സംശയം വന്നാലും എന്തുകൊണ്ട് മനസ്സിലായില്ല എന്ന് ചിന്തിക്കണം. എനിക്ക് എന്തുകൊണ്ട് ഇത് മനസ്സിലാകുന്നില്ല? അങ്ങനെ മനസ്സിലായിട്ടുള്ള ആളുണ്ടെങ്കിൽ അയാളോട് ചോദിക്കണം. അപ്പോൾ നാരദ മഹർഷിയോട് ചോദിക്കുകയാണ്, കഴിഞ്ഞ ജന്മത്തിലെ കാര്യം എങ്ങനെയാണ് അങ്ങേക്ക് ഓർമ്മ വരുന്നത്? ഭഗവാനോട് അർജുനനും ചോദിച്ചിരുന്നല്ലേ ഇതുപോലെ. വിവസ്വാനോട് ഞാൻ ഇങ്ങനെ പറഞ്ഞു, അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും വിവസ്വാനും അങ്ങും 2 കാലഘട്ടങ്ങളിൽ ജീവിച്ചിരുന്ന ആളല്ലേ ഭഗവാനെ. പിന്നെ എങ്ങനെയാണ് വിവസ്വാൻ അങ്ങ് ഉപദേശിച്ചു കൊടുക്കുന്നത് ഈ ഭഗവത്ഗീത? അർജുനൻ ചോദിച്ചതല്ലേ? ചോദിച്ചു. അപ്പോൾ ഭഗവാൻ എന്ത് പറഞ്ഞു? അർജുന, പല ജന്മങ്ങൾ നിനക്കുണ്ടായിരുന്നു, പല ജന്മങ്ങൾ എനിക്കും ഉണ്ടായിരുന്നു. അവിടെയാണ് അർജുനനും ഭഗവാനും തമ്മിലുള്ള വ്യത്യാസം എന്ന് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. നിനക്കതൊന്നും ഓർമ്മയില്ല, എനിക്ക് എല്ലാം ഓർമ്മയുണ്ട്. കാരണം ഐ ആം ദി സുപ്രീം പേഴ്സണാലിറ്റി ഓഫ് ഗോഡ്ഹെഡ്. വേറെ ഒരു സംശയവും നമുക്ക് വരേണ്ട ആവശ്യമില്ല. ഭഗവാൻ വന്നിട്ട് പരമദിവ്യോത്തമ പുരുഷനാണ് എന്നതിന് ആ ഒരു കാര്യം മാത്രം മതിയാകും. കഴിഞ്ഞ ജന്മങ്ങളിൽ എന്ത് സംഭവിച്ചു എന്ന് ആർക്ക് പറയാൻ പറ്റും? നാരദ മഹർഷിയുടെ എന്താണ് നാരദ മഹർഷിയുടെ ഐശ്വര്യ സിദ്ധികളെ കുറിച്ച് നമ്മൾ പറഞ്ഞില്ലേ കഴിഞ്ഞ ആ ഒരു ശ്ലോകത്തിൽ? എന്താണ് പറഞ്ഞത്? അദ്ദേഹത്തിന് ആധ്യാത്മികമായിട്ട് പുരോഗമിക്കുമ്പോൾ പലതരത്തിലുള്ള സിദ്ധികളും ലഭിച്ചിരുന്നു എന്ന്. ആ സിദ്ധികളിൽ ഒരെണ്ണം ഇതായിരിക്കാം എന്ന് നമുക്ക് വിചാരിക്കാം അല്ലേ? അപ്പൊ നോക്കാം. പ്രാക് കൽപ്പ വിഷയാം ഏതാം സ്മൃതിം തേ മുനിസത്തമ നഹി ഏഷ വ്യവധാത് കാല ഏഷ സർവനിരാകൃതി. എന്താണ്? അല്ലയോ മഹാമുനി, കാലം യഥോചിതമായി സർവ്വതും ഉന്മൂലനം ചെയ്യുന്നു.
പിന്നെ എങ്ങനെയാണ് ഈ ബ്രഹ്മദിനത്തിന് മുന്നേ സംഭവിച്ചവയൊക്കെ കാലത്തിന്റെ സ്വാധീനതയിൽപ്പെടാതെ ഇപ്പോഴും നവമായി ചൈതന്യത്തോടെ താങ്കളുടെ സ്മൃതിയിൽ ഇരിക്കുന്നത്? ഇത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചോദ്യമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ സിമ്പിളി ഇതാണ് ചോദ്യം. അങ്ങേക്ക് എങ്ങനെയാണ് കഴിഞ്ഞ ജന്മത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നത്? ഇത്രയാണ് സിമ്പിളായിട്ട് ആര് ചോദിച്ചത്? വ്യാസദേവൻ ചോദിക്കുന്നത്. അപ്പോൾ എന്താണ് നാരദ മഹർഷി നാരദ മഹർഷി ഉത്തരം പറയാൻ പോകുന്നത്? എങ്ങനെയാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ഓർമ്മ വന്നത്? അദ്ദേഹം അവർ പോയതിനു ശേഷം എന്തൊക്കെ ചെയ്തു എന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിൽ വിവരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിൻ്റെ കണ്ടിന്യൂവേഷൻ തുടരാം. ഇപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ നമ്മളോടൊപ്പം പങ്കെടുത്ത എല്ലാ ആൾക്കാർക്കും വളരെ നന്ദി. ഹരേ കൃഷ്ണ.